അയ്യോ ചേച്ചി ചിരി ഒന്ന് ചേച്ചി ഈ ചിരി നിർത്തുന്നുണ്ടോ? അയ്യോ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ അശോകനെ ഈ തമാശ നിർത്ത്. അയ്യോ നിന്റെ ഈ തമാശ കേട്ട മനുഷ്യൻ ചിരിച്ചിരിച്ച് ചാവത്തേ ഉള്ളൂ. വെറും തമാശയല്ല, നടന്ന സംഭവ ചേച്ചി ഞാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഈ നെപ്പോളിയനെ കുറിച്ച് വേറൊരു മൊബൈൽ തമാശ ഇറങ്ങിയിട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു. അതായത് നെപ്പോളിയൻ പറഞ്ഞു, എന്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല. അത് കേട്ടിട്ട് അയാളുടെ ഭാര്യ പറയാ, അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഡിക്ഷണറി വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. അയ്യോ എനിക്ക് എന്റെ വയറ്റിൽ കൊടുത്തു വേണം. അല്ല, നിനക്ക് എന്ത് പറ്റി? കുറെ നേരമായാലും ചിരിക്കാൻ തുടങ്ങിയിട്ട്. കർത്താവെ, ഇവക്കെങ്ങാനും വട്ടുപിടിച്ചു. എന്തോ മാറി ഇത്ര ചിരിക്കാൻ? തമാശയാണെങ്കിൽ എന്നോട് കൂടെ പറ, ഞാനും കൂടെ ചിരിക്കാം. അയ്യോ ഞാൻ പറഞ്ഞാലൊന്നും അത് ഏശത്തില്ല, അവൻ തന്നെ പറയണം. ആര്? അശോകൻ. അശോകന്റെ സംസാരം കേൾക്കണം. എന്ത് കാര്യം പറഞ്ഞാലും അതിനകത്ത് ചിരിക്കാനൊരു തമാശ കാണും. ഓ, അതൊന്നും വലിയ കഴിവൊന്നുമല്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ തമാശക്കാരൻ ഞാനായിരുന്നു. എല്ലാ ഞായറാഴ്ചയും നാനാഭാഗത്തുമുള്ള എന്റെ ബന്ധുക്കൾ എന്റെ കുടുംബത്തിൽ കൂടുമായിരുന്നു. എന്തിനാ? എന്റെ തമാശ കേൾക്കാൻ. എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ ഇച്ചായന്റെ ഒരു തമാശയും. എടേ, ശ്രദ്ധയോടും ക്ഷമയോടും കൂടെ കേട്ടാലേ എന്റെ തമാശ മനസ്സിലാവുള്ളൂ. സീരിയസ് തമാശയാ ഞാൻ പറയണത്. അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ശരി, അശോകൻ ആളൊരു രസികനാ. ആ കൊച്ചനുമായിട്ട് സംസാരിക്കുമ്പോഴേ മനസ്സിന്റെ പകുതി പ്രയാസങ്ങൾ അങ്ങ് പോകുന്നേ. എന്നാ തമാശയാ, ഇപ്പോഴും ഓർക്കുമ്പോ ചിരി വരിക. ഈ സഹൃദരെ കാണുമ്പോ അറിയാം ഇത് ഞാനൊരു തമാശക്കാരനാണെന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പോലും വിശ്വസിക്കത്തില്ല. ഓ, ഒരു തമാശക്കാരൻ. ഓ, എന്നാലും ആ അശോകന്റെ ഹ്യൂമർ സെൻസ് സമ്മതിച്ചു കൊടുക്കണം. ഇതുപോലെ തമാശ പറയുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ പറയുന്നത് കേട്ടാത്തൊന്നും ഇവൻ മാത്രമേ ഒരു തമാശക്കാരനായിട്ടുള്ളൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇവൻ പറഞ്ഞ തമാശ ഒന്ന് പറയേ, ചിരിക്കാൻ കൊള്ളാവുന്നാണോ ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞ ഇച്ചായൻ ചിരിക്കത്തൊന്നുമില്ല. അഥവാ ഇച്ചായന് ചിരിക്കണമെന്ന് തോന്നിയാല് ഒട്ട് ചിരിക്കാനും പോകുന്നില്ല. സിറ്റുവേഷൻ അനുസരിച്ചാ അശോകൻ തമാശ പറയുന്നേ. നീ പിന്നെ എന്ത് വളുപ്പ് കേട്ടാലും ചിരിച്ചോളൂല്ലോ. ശുദ്ധഹാസ്യം എന്ന് പറയുന്നത് ഈ കോളനിയിൽ ആർക്കെങ്കിലും അറിയാവോ? കുഞ്ചൻ നമ്പ്യാർ, EV സഞ്ജയൻ തുടങ്ങിയവരുടെ ഹാസ്യമാണ് എവർലാസ്റ്റിംഗ് ഹാസ്യം. അങ്ങനത്തെ എവർലാസ്റ്റിംഗ് ഹാസ്യമാണ് ഈ ചാക്കോച്ച പറയുന്നത്. ഇച്ചായൻ പറയുന്ന തമാശ കേട്ടാലുണ്ടല്ലോ എനിക്ക് ചിരി വരത്തില്ല കേട്ടോ. നീ നോക്കിക്കോ, നല്ല ഒന്നാന്തരം ഹാസ്യം പറഞ്ഞ് ഞാൻ ഇവിടുത്തെ കോളനിക്കാരെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിക്കും. എന്നാലും ഇച്ചായൻ അശോകന്റെ അത്രയെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോളനിക്കാർക്കൊക്കെ അയാളുടെ തമാശ കേൾക്കാനാ ഇഷ്ടവശായ. നീ ഇരുന്ന് ചിലമ്പാതെ കിടന്നുറങ്ങാൻ നോക്ക്. കണ്ടോ, ആ അശോകന്റെ തമാശ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞത് അച്ചായന് പിടിക്കുന്നില്ല. നീ നോക്കിക്കോ, നിന്റെ നാവ് കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഈ അച്ചായന്റെ തമാശയാണ് ഏറ്റവും നല്ല തമാശയെന്നും. എന്താ തമാശ? ഇതെവിടെ പോയി? കർത്താവേ, ഞാൻ പറഞ്ഞത് വല്ലതും ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇറങ്ങി പോയതാണോ? അയ്യോ,
അയ്യോ ഇതെന്നാ ചായ എവിടെ വന്നിരിക്കുന്നേ? നീ എന്താ എന്നെ പറ്റി പറഞ്ഞത്? തമാശ പറയാത്ത, ചിരിക്കാൻ അറിയാത്ത ഒരു പാറയാണ്. എന്റെ കർത്താവിനാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു. എന്റെ കർത്താവേ, ചായ കത്തെഴുതി വെച്ചിട്ട് ചാവാനാ മറ്റോ വന്നു? ഇത് കത്തെഴുതയല്ല, പിന്നെ തമാശ ഉണ്ടാക്കുക. ഒന്ന് മയങ്ങി വന്നപ്പോഴാ 18 തമാശകൾ എന്റെ ബുദ്ധിയിൽ ഉണർന്നു വന്നത്. 18 നല്ല ഉഗ്രൻ തമാശകൾ. മറന്നു പോകുന്നതിന് മുമ്പ് അതെല്ലാം എഴുതിയിടുക. നീ പോയി കിടന്നോ. ഞാനിവിടെ ഇരിക്കാൻ പോവാ. നീ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കളയും. നീ പോയി കിടക്ക്. ഞാൻ ഈ തമാശകളൊക്കെ എന്ന് എഴുതി തീർക്കട്ടെ. ഞാനിപ്പൊ കിടക്കുന്നില്ല. നാളെ നേരം വിളക്കട്ടെ, നിന്നെ ഞാൻ തമാശകളൊക്കെ വായിച്ചു കേൾപ്പിക്കാം. 18 തമാശകൾ നേരം പരപരാ വിളക്കുന്നതിന് മുമ്പ് ഞാൻ എഴുതി തീർത്തിരിക്കും. നീ പോയി കിടക്ക്. ഈ ചായ ഞാൻ ഇന്നലെ വെറുതെ പറഞ്ഞതല്ലേ. ഈ തമാശയൊക്കെ തന്നെ ധാരാളം. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. ആ രീതിക്ക് ഞാൻ മാറ്റം വരുത്തും. നാളത്തെ സുപ്രഭാതം കോളനിക്കാർ ചാക്കോച്ചന്റെ 18 തമാശകൾ കേട്ടുകൊണ്ടായിരിക്കും ആരംഭിക്കുന്നത്. ഒന്ന് നിന്ന്. എന്താ? ഭാര്യ ഭർത്താവ്. അയ്യോ സോറി, 8:30 വണ്ടിക്ക് എനിക്ക് പോകേണ്ടതാ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. മാഡം മാഡം ഒന്ന് നിൽക്കണേ. ഇതൊന്ന് കേട്ടിട്ട് പോ. ഭാര്യ ഭർത്താവിനോട് നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹവുമില്ല. അടുത്ത വീട്ടിലെ രാഘവൻ ചേട്ടന് എന്നും ഓഫീസിൽ പോകുമ്പോ എന്നെ ചുംബിച്ചിട്ടാ പോകാറ്. അതിന് ഞങ്ങൾ എന്ത് വേണം? അയ്യോ ഉഗ്ര തമാശയാ. ഒന്ന് ശ്രദ്ധയോടുകൂടി കേക്ക്. തമാശയോ? നിങ്ങളൊരു മാന്യനാണെന്നാ ഞങ്ങൾ വിചാരിച്ചത്. രാവിലെ അശ്ലീലം പറഞ്ഞിട്ട് തമാശയോ? നിങ്ങളെ ബാക്കി കൂടെ കേക്ക്. ഇത് കേട്ടിട്ട് ഭർത്താവിന്റെ മറുപടി, എനിക്കും ആഗ്രഹമുണ്ട്, രാഘവന്റെ ഭാര്യ സമ്മതിക്കില്ലല്ലോ എന്ന്. ഇനി വേറൊന്നുണ്ട്, അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിച്ചിരിക്കും. അതെ, 16ാമത്തെ തമാശ കേട്ടാൽ തിരിച്ചു മണ്ണ് കപ്പും. ചാക്കോ സാറിന് ഇത് എന്തു പറ്റി? അയാൾക്ക് വട്ടായെന്നാ തോന്നുന്നത്. ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ശവങ്ങള്. ഒന്നാമത്തെ തമാശയത്. അന്നാമേ എന്നാ ചായ? എടിയേ, ഇന്നാളടി ഞാൻ എന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന നർമ്മബോധത്തെ തിരിച്ചറിഞ്ഞത്. അതെന്നതാ? 18 ഫലിതങ്ങൾ, എല്ലാത്തിനും ഉഗ്രൻ റെസ്പോൺസ്. എന്തായാലും അപകടം കൂടാതെ തിരിച്ചെത്തിയല്ലോ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് സംശയമുണ്ടെ പുറത്തോട്ടിറങ്ങി 10 പേരോട് ചോദിച്ചു നോക്ക്. ഈ കോളിൽ 18 ഫലിതങ്ങൾ അച്ചായന്റെ ഇവിടെ കിടന്ന് തത്തി തത്തി കളിക്കുക. ആദ്യം അച്ചായനെ പാല് കുടിക്കും, പിന്നെ തത്തി 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 കളിക്കും. പാലൊക്കെ കുടിക്കാം. നീ 8ാമത്തെ ഫലിതം ഒന്ന് കേട്ടാട്ടെ. അതെന്നതാ 8ാമത്തെ ഫലിതം? ഇതൊരു സ്പെഷ്യൽ നമ്പറാ. നീ ഒന്ന് കേക്ക്. ആദ്യം അച്ചായൻ പറ, കേട്ടു നോക്കട്ടെ കൊള്ളാവോന്ന്. പരാതി കൊടുക്കാൻ വന്ന ആളിനോട് SI കാണാതായ ആളെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളമുണ്ടോ? പരാതിക്കാരൻ പറഞ്ഞു, ഇല്ല, കയ്യെ കിട്ടുമ്പോ ഒരടയാളം കൊടുക്കണമെന്ന്. ഇനി 12. എന്റെ ചായ ഞാൻ പിന്നെ വായിച്ചോളാം. അയ്യോ അത് ശരിയാവില്ല. ഇതെല്ലാം എന്റെ ശബ്ദത്തിൽ കൂടെ പുറത്തു വന്നാലേ അതിനെ പഞ്ചുള്ളൂ. അല്ലെങ്കിൽ അത് വേണ്ട. 18. ഇത് കേട്ടാൽ നീ ചിരിച്ചു ചിരിച്ചു മണ്ണ് കപ്പും. എന്റെ പൊന്നി ചായ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. മണ്ണും കപ്പിക്കൊണ്ട് ഇവിടെ ഇരുന്ന് നോക്കത്തില്ല. ഉച്ചക്കലത്തേക്ക് ഒന്നും നോക്കിയിട്ടില്ല. ഒരു 18 ജോലി വളിപ്പ്. ഈ തമാശയോടെ കേട്ടിട്ട് ജോലി ചെയ്താ മതി. ബസ്സിനകത്ത് ആദ്യമായിട്ട് കയറുന്ന നമ്പൂരിനോട് കണ്ടക്ടർ, ചിരിക്കാൻ വരട്ടെ, ടിക്കറ്റ് എടുത്തോ? സത്യമായിട്ടും ഇല്ല സാർ. ഇതെങ്ങനെയുണ്ട്?
തരക്കേടില്ല. പിന്നെന്താ നീ പൊട്ടിച്ചിരിക്കാത്തെ? ഇച്ചായ ഞാനിപ്പോ അങ്ങ് പൊട്ടിത്തെറിച്ചേനേം. അല്ലല്ലല്ല, പൊട്ടിച്ചിരിച്ചേനേം. നിന്നെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു നമ്പറുണ്ട്. എന്റെ പൊന്നിച്ചായ, ഞാനിത് പിന്നെ കേട്ടോളാം. അശോകന്റെ ഫലിതവും എന്റെ ഫലിതവും കൂടെ കേട്ടിട്ട് ഏതാ നല്ലത്? അയ്യോ, കേക്കൊന്നും വേണ്ട. ഇച്ചായന്റെ ഫലിതം തന്നെയാ നല്ലത്. അങ്ങനെ വഴിക്കുവാ. അങ്ങനെയാണല്ലേ, ഞാനിത് അങ്ങോട്ട് വായിക്കാം. ബാക്കിയോട് വായിക്കാം. ഫോണ് ചായ എനിക്കായിരിക്കും. ഫോൺ നോക്കട്ടെ. ഹലോ, ആരാ? ഉണ്ടല്ലോ, കൊടുക്കേ. ചായ, ചായനാ ഫോണ്. എനിക്കാണോ? ഹലോ, ആര്? വിൽഫ്രഡിന്റെ മകനോ? എവിടെ വെച്ചായിരുന്നു ആക്സിഡന്റ്? ഏത് ഹോസ്പിറ്റലാ? സീരിയസ് ആണോ? അത് ശരി, അതവിടെ നിൽക്കട്ടെ. വിൽഫ്രഡേ, ഞാനിന്നലെ രാത്രി കുത്തിയിരുന്ന് ഒരു 18 തമാശകൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ നർമ്മമാ, നർമ്മം. മോന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥക്ക് പറ്റിയതാ. ഇപ്പൊ ആശുപത്രിയിലാണ് വിളിക്കുന്നത്. അതെയോ? എങ്കിൽ ഞാൻ ആശുപത്രി കഥ പറയാം. വിൽഫ്രഡേ, വിൽഫ്രഡേ, അയ്യോ കട്ടായി. നമുക്ക് ആശുപത്രിയിലേക്ക് വിളിക്കാം. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ആശുപത്രി വിളിച്ചാ തമാശ. ധർമ്മം തരണേ. ധർമ്മമല്ലടാ, നിനക്ക് ഞാൻ 1-ാം തരം നർമ്മം തരാം. ഈശോ, ഒരു ധർമ്മക്കാരനെ വിടത്തില്ലെന്ന് വെച്ചാ ഒരു തമാശയും കൊണ്ട് നടക്കുന്നു. എന്തുപറ്റി? ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ല. ചേട്ടാ, എന്തുപറ്റി? എന്തുപറ്റി? ഇനി വല്ല വണ്ടി പൊട്ടിയതാണോ അതോ പാമ്പ് കടിച്ചതോ? അതൊന്നുമല്ല, ആളെന്തോ കൊണ്ട് പേടിച്ചതാ. ഈ പട്ടാപ്പകൽ എന്ത് കണ്ട് പേടിക്കാൻ? ഇനി ആശുപത്രി കൊണ്ടുപോകണോ? നോക്കി നിൽക്കാതെ ആരെങ്കിലും പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇത് ബോധം കുട്ടി വീണതായിരിക്കും. ചേട്ടാ, ചേട്ടാ, ഇത് എഴുന്നേക്കുന്നില്ലല്ലോ. എന്നാൽ ഇയാൾക്ക് ഈ നടുറോട്ടി വന്ന് ബോധം കണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു സൈഡിലേക്ക് മാറി ബോധം കെടാൻ പാടില്ലേ? അതേ വെള്ളം കൊണ്ടുവന്നല്ലോ. ഞാൻ എഴുന്നേൽപ്പിക്കാം. ചേട്ടാ, ചേട്ടാ, ബ്രദർ. അയ്യോ, ബോധം വീണ്. താങ്ങിക്കേ, താങ്ങ്. ഒന്ന് സഹായിക്കേട്ടന്മാരെ. വെള്ളം കുടിച്ചല്ല. ഇനി പറ, എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ ഒരു പരിചയക്കാരന്റെ വീട് തിരക്കി വന്നതാ. ദാ അവിടെ വെച്ച് വെള്ളയും ധരിച്ചൊരു രൂപം എന്റെ എതിരെ വരുന്നു. ഈ പകൽ സമയത്ത്? യക്ഷിയും കൃഷിയൊന്നുമല്ല, ഒരു പുരുഷ രൂപം. എന്താ യക്ഷയായിരിക്കും? ഈടോ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ബോധം തെളിഞ്ഞില്ലേ? എതിരെ വന്ന ആളോട് ഞാൻ ഈ മേൽവിലാസം ഒന്ന് ചോദിച്ചു. എന്റെ മുഖത്തടിച്ച പോലെ അയാൾ ഏതാണ്ട് തമാശ പറഞ്ഞു. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് എനിക്ക് ചിരി വന്നില്ല. ഒന്നാമത് ഹാർട്ടിന് അസുഖമുള്ള ആള് കൂടിയാ ഞാൻ. പിന്നെ 1-2 തമാശ കൂടി പറയാൻ നോക്കി. എനിക്ക് പിന്നീട് ഒന്നും ഓർമ്മയില്ല. തലയിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഞാൻ വീണു. ആളെ പിടികിട്ടി. ചാക്കോച്ചൻ. പുള്ളിക്കാരന്റെ തമാശ ഈ കോളനിക്കാർക്ക് ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹാർട്ടിന് അസുഖമുള്ള ആളോടായിരുന്നു ചാക്കോച്ചന്റെ ഫലിത പരാക്രമം. ദൈവമേ, അയാൾ തട്ടിപ്പോയിരുന്നെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു? ഈ ചാക്കോച്ചനോട് ഇത് പറയാന്ന് വിചാരിച്ചാ അയാൾ ഉടനെ വരും 18 തമാശയായിട്ട്. പ്രകാശ് സാറിന് പോലും ഇപ്പൊ അയാളെ പേടിയാണ്, അറിയാവോ? ഒരു ദിവസം എന്നെ ഓടിച്ചിട്ട് പിടിച്ച് തമാശ പറഞ്ഞു കളഞ്ഞു. ഇപ്പൊ അയാളെ കാണുമ്പോ ഞാൻ ചെവിയിൽ പഞ്ഞിയും വെച്ചോണ്ടാണ് നടക്കണത്. അല്ലെങ്കിൽ മൂക്കി പഞ്ഞി വയ്ക്കേണ്ടി വരും. നമുക്കേ കോമഡി പറഞ്ഞ് പീഡിപ്പിക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഞാൻ വായി വരുന്ന വല്ലതും വിളിച്ച് പറയും. എന്ത് വകുപ്പ് വെച്ചവര് കേസെടുക്കും? തമാശ പറയുന്നതിനും ക്ഷുദ്രം ചെയ്യുന്നതിനും കേസെടുക്കാൻ ഒരു വകുപ്പും ഇല്ല. അഥവാ എന്തെങ്കിലും വകുപ്പ് ഉണ്ടായിരുന്നെങ്കിലേ പ്രകാശ് കുമാർ സാർ അങ്ങേരെ എന്നെ പിടിച്ച് ഉള്ള തള്ളിയേനെ. അയ്യോ, എന്താണ് ആ പെണ്ണുപിള്ള ഓടി വരുന്നത്? ഇനി വല്ല ബീറ്റ് എനിക്കറിഞ്ഞൂടാ. അല്ല ചേച്ചി, എന്താ പ്രശ്നം? ആ വളവിൽ ചാക്കോച്ചൻ 18 ഫലിതവുമായി. അയ്യോ, എന്നെ തടഞ്ഞു നിർത്തി ഫലിതം കേൾക്കാനായിട്ട് ഞാനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്റെ ഭർത്താവിനെ അയാൾക്ക് അറിയില്ല. ആര് ചേച്ചി? ഗുണ്ടുകാട് ഉത്തമൻ. ഗുണ്ടുകാട് ഉത്തമൻ എന്ന് കേട്ടപ്പോ നീ എന്തിനു ഞെട്ടിയത്? ഗുണ്ടുകാട് ഉത്തമൻ എനിക്കറിയാം, അതാണ് ഞെട്ടിയത്. എടാ, ഈ ചാക്കോച്ചന്റെ ഭ്രാന്തുണ്ടോ? അത് വല്ല ബാധോപദ്രവമാണോ? ബാധോപദ്രവൊന്നും അല്ല, ഇത് വട്ടാണ്. നല്ല ഹൈ ക്ലാസ് വട്ട്.
കോളനിക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയല്ലോ. നമുക്കൊരു ഡോക്ടറെ കാണിച്ചു നോക്കിയാലോ? ഇതിന് പറ്റിയത് ഡോക്ടറൊന്നും അല്ല, ഇവിടത്തെ SI ആളൊരു ചൂടന. നമുക്കൊന്ന് പോയി പറഞ്ഞു നോക്കിയാലോ? ഇച്ചായോ, ചേച്ചേ, അച്ചായോ, ചേച്ചി ഇതെന്താ എല്ലാരും കൂടി എങ്ങോട്ട്? അച്ചായൻ അച്ഛൻ എന്ത് പറ്റി? ഉടനെ എന്തെങ്കിലും പറ്റും. എന്നാ അശോക 18ാമത്തെ തമാശ പറഞ്ഞ് എന്തായാലും കുഴപ്പമുണ്ടാക്കിയോ? കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാനാ ചേച്ചി. അച്ചായൻ ആളുകളെ വഴിയടക്കം സമ്മതിക്കുന്നില്ല. അശോകനൊന്ന് പറഞ്ഞു കൊടുക്കാൻ വയ്യായിരുന്നോ? എന്തെങ്കിലും പറയാൻ തുടങ്ങിയ അപ്പ എടുത്തിടും 18ാമത്തെ തമാശ. സത്യം പറഞ്ഞ എനിക്കിപ്പോ അച്ചായനെ കാണുന്ന തന്നെ പേടിയാ. ചേച്ചി വിശ്വാസം ഉണ്ടെങ്കിൽ മാരിയമ്മൻ ഗൗലി പോയിട്ട് പേരും നാളും പറഞ്ഞ് ഒരു ചരട് പൂജിച്ചേട്ട് നല്ലായിരിക്കും. ഇത് ബാധയുടെ ഉപദ്രവമാണ്. ആളുകൾ ഒരു ഒഴിയാ ബാധയായിട്ട് അച്ചായനെ കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുന്നത് നന്നായിരിക്കും. അച്ചായനെ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും വിടണ്ട. ഈശോ, ഞാനത് പറഞ്ഞു നോക്കിയതാണെന്ന്. എല്ലാരും ഒന്ന് ഇരിക്കും, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരിക്കും വയ്യ. ചേച്ചി കയ്യിൽ 3-4 പേജ് കോമഡി എഴുതിയ കടലാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അത് ചേച്ചി മേടിച്ച് പറിച്ച് കീറി കത്തിച്ച് കളഞ്ഞേക്കണം. അയ്യോ, ഞാൻ അതും ചെയ്തു തങ്കപ്പാ. പക്ഷെ എന്താ ഫലം? എല്ലാം മനപ്പാടമാക്കി വെച്ചിരിക്കുമല്ലയോ. തമാശ പറഞ്ഞു പറഞ്ഞ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ചേച്ചി എന്നെ കുറ്റം പറയരുത്. കാരണം കോളനിക്കാര് അത്രമാത്രം വയലന്റ് ആയിരിക്കാണ്. മുറിയിൽ അടച്ചിട്ടാലോ? അയ്യോ, അച്ചായന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അത് ചെയ്യരുത്. കോമഡി ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൂടുതൽ കുഴപ്പമുണ്ടാക്കും. തീരെ നിവർത്തിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. കടുകയൊന്നും ചെയ്യരുത്. ഇല്ല അശോക, സഹിക്കാവുന്നതിന് ഒരു അതിരില്ലയോ? ചേട്ടത്തി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഒട്ടിക്കാൻ പോവാ. മിക്കവാറും ചേട്ടത്തി അച്ചായനെ വലിച്ചീറി ചുവരിലൊട്ടിക്കും. അല്ല, ചുവരിലല്ല, ഞാന് പ്ലാസ്റ്റർ ഒട്ടിക്കാൻ പോവാ. ഇനി ആ വാ വെച്ച് ആരോടും കോമഡി പറയരുത്. അച്ചായൻ എവിടെ പോയി? ഒരു കോമഡി സംഘടനക്കാരുടെ നർമ്മസല്ലാപത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുക. ബെസ്റ്റ്, കൊള്ളാം. ഇനി വന്നെന്ന് പറയാം. ഇച്ചായ, ഇന്ന് പുറത്തോട്ടൊന്നും പോകുന്നില്ലയോ? ആളുകളെ ഫലിതം പറഞ്ഞ് പീഡിപ്പിക്കാൻ. എന്തോന്നാടി? ഒന്നുമില്ല. നീ ഇന്നലത്തെ ഹാസ്യ കേരള സംഘടനയുടെ നർമ്മസല്ലാ പരിപാടിക്ക് വരേണ്ടതായിരുന്നു. എന്തായിരുന്നു IAS-കാര്, IPS-കാര്, പിന്നെ ഇവിടുത്തെ ഹാസ്യ സാഹിത്യകാരന്മാര് എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ പുതിയ ഹാസ്യ സാമ്രാട്ടായതുകൊണ്ട് എന്റെ പേര് ലാസ്റ്റിലായി. അയ്യോ, ഞാൻ പോട്ടെ, അടുപ്പത്തെ കാര്യം. നീ ഇങ്ങോട്ട് ഇരുന്നേ. അയ്യോ, വെളിച്ചെണ്ണ അടുപ്പത്ത് പോയെന്ന്. ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. പോയട്ടെ. എടേ, ഈ പ്രഗത്ഭന്മാരുടെ തമാശ കേട്ട് സദസ് കൂവി വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്റെ വരവ്. ആദ്യത്തെ തമാശ കേട്ടതും സദസ് ശാന്തമായി. ഭരത സിനിമയിലെ മോഹൻലാൽ പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുക്കുന്ന ഒരു രംഗമില്ലേ, അതാ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ആളുകൾ മിണ്ടിയിട്ടേ ഇല്ല. ഏയ്, ബഹളമുണ്ടാക്കിയവരെല്ലാം നിശബ്ദരായിരുന്നിട്ടാണ് എന്റെ തമാശ ആസ്വദിച്ചത്. ഓ, ഭയങ്കരം തന്നെ. ആരോ എന്റെ തമാശ കേൾക്കാനായിട്ട് വരുന്നുണ്ട്. വരൂ. മിസ്റ്റർ ചാക്കോച്ചൻ, അതെ, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. കംപ്ലൈന്റ്? മലയാളത്തിൽ പരാതി എന്ന് പറയും. സാറ് വലിയ തമാശക്കാരനാന്ന് തോന്നുന്നു. എന്റെ പുതിയ നമ്പർ കേൾക്കണോ? ഷടപ്പ്. നിങ്ങളെ കുറിച്ച് എനിക്ക് 18 പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഫലിതം പറഞ്ഞതിന്റെ പേരിൽ ആ കേസുകൾ ചാർജ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇന്നലെ കിട്ടിയ പരാതി കണ്ടപ്പോഴാണ് സംഗതിയുടെ ഗൗരവം എനിക്ക് മനസ്സിലായത്. മിസ്റ്റർ ചാക്കോച്ചൻ, എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തിനാണെന്നറിയാമോ? വെറുതെ ഫലിതം പറഞ്ഞ് നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തിയതിന്. എന്തിനാ നിങ്ങൾ ചിരിച്ചത്? ഞാൻ പറഞ്ഞ തമാശയല്ല. അല്ല, പക്ഷെ ഇത് കേട്ടപ്പോ എനിക്കൊരു ഭരതം തോന്നി. എന്റെ 19ാമത്തെ ഭരതം ഒരു സർദാർജി 20 രൂപ കൊടുത്ത് 20 ലക്ഷം രൂപയുടെ ലോട്ടറി മേടിച്ചു. സർദാർജിക്ക് ലോട്ടറി അടിച്ചു. 20 ലക്ഷം രൂപ സർദാർജി എന്ന് കാശ് ചോദിച്ചു. അപ്പൊ സർക്കാർ പറഞ്ഞു 14 ലക്ഷം രൂപ തരാന്ന്. എന്താത്, ഇതിനകത്ത് ചില കിഴിവുകളൊക്കെ ഉണ്ടെന്ന്. സർദാർജി പറഞ്ഞു, മനസ്സിലിരിക്കട്ടെ, എന്നെ കളിയാക്കണ്ട എന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. എന്റെ 20 രൂപ താ. സർദാർജി ഇത് കേക്കണ്ട, ഇടിച്ച് സൂപ്പാക്കും. ആ